സുഹൃത്തുക്കളെ, കഴിഞ്ഞ രണ്ട് വീഡിയോകളിലായി എക്സൽ ഇൻ്റർഫേസും വർക്ക്ഷീറ്റും വർക്ക് ബുക്കും അതേപോലെ ഡാറ്റ എൻട്രിയെ തുടർന്ന് സെല്ലുകൾ ഏതൊക്കെ രീതിയിൽ ഫോർമാറ്റ് ചെയ്യാമെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സം ഫംഗ്ഷനെ കുറിച്ചും നമ്മൾ അറിഞ്ഞു. എക്സലിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ ഫംഗ്ഷൻ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻ, മാത്തമാറ്റിക്സ് ആൻഡ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്, ടെക്സ്റ്റ് ഫംഗ്ഷൻസ്, ഇങ്ങനെ ധാരാളം വിഭാഗങ്ങളായി ഫംഗ്ഷനുകളെ തിരിച്ചിട്ടുണ്ട്. സമയവും സന്ദർഭവും നോക്കി ഓരോ ഫംഗ്ഷനുകളും നമ്മൾ പഠിക്കുന്നതാണ്. ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട ടെക്സ്റ്റ് ഫംഗ്ഷൻ ആയിട്ടുള്ള, അതായത് എങ്ങനെ ഒരു ടെക്സ്റ്റിനെ അപ്പർ കേസ് ആക്കാം, ലോവർ കേസ് ആക്കാം, അല്ലെങ്കിൽ പ്രോപ്പറായി ആദ്യത്തെ അക്ഷരങ്ങൾ ക്യാപിറ്റൽ വരുന്ന രീതിയിൽ നമുക്ക് മാറ്റാം. ഏത് ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോഴും അത് ഏതെങ്കിലും ഒരു സെല്ലുമായി റെഫർ ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ 3 തരം സെൽ റെഫറൻസുകളാണ് എക്സലിൽ ഉപയോഗിക്കപ്പെടുന്നത്. ഒന്ന്, നമ്മൾ ഏറ്റവും സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന റിലേറ്റീവ് റെഫറൻസ് ആണ്. അബ്സല്യൂട്ട് റെഫറൻസ്, മിക്സഡ് റെഫറൻസ് എന്നിങ്ങനെ 2 റെഫറൻസുകൾ കൂടിയുണ്ട്. ഇവയൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടാം. എന്നാൽ നമുക്ക് ആരംഭിക്കാം. ലെസൺ 2 അവസാനിച്ചിടത്ത് നമുക്ക് തുടങ്ങാം. നമുക്കിവിടെ അഡീഷണൽ ആയിട്ട് കുറച്ച് പേരുകൾ കൂടി എൻ്റർ ചെയ്തിട്ടുണ്ട്. എൻ്റർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ വി ക്യാപിറ്റൽ ആക്കാത്തതും കൃഷ്ണ എന്നുള്ള കെ ക്യാപിറ്റൽ ആക്കാത്തതും ഒക്കെ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടത്. ഇങ്ങനെ നമുക്ക് സംഭവിക്കാം. അപ്പം അല്ലെങ്കിൽ ഏതെങ്കിലും പേരുകളൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ വ്യത്യാസം വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് കൂടുതൽ പേരുണ്ടെങ്കിൽ പരിശോധിക്കാൻ കഴിയില്ല. അപ്പം നമ്മളൊരു കമാൻഡ് ഉപയോഗിച്ച് ഇതിനെ പ്രോപ്പർ ആയിട്ട് മാറ്റാം. അപ്പം അതിനുവേണ്ടി നമ്മളിവിടെ ഒരു കോളം ഇൻസേർട്ട് ചെയ്യാണ്. ആ കോളത്തിന്റെ ഹെഡിങ്ങിൽ കൊണ്ടുപോയി വെച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഇൻസേർട്ട് എന്നുള്ള കമാൻഡ് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഒരു കോളം ഇൻസേർട്ട് ആയി. ഇവിടെ നമ്മൾ ആ കമാൻഡിന്റെ സിൻടാക്സ് ഒന്ന് നമ്മൾ പഠിക്കുന്നത് നന്നായിരിക്കും. സിൻടാക്സ് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യാണ്. എല്ലാ ഫംഗ്ഷനുകളും നമുക്ക് വരുന്നത് ഈക്വൽ ടു സൈനോട് കൂടിയാണ്. ഈക്വൽ ടു സൈൻ ആണ് എക്സലിന് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഫംഗ്ഷൻ ആണെന്ന് തിരിച്ചറിയാനുള്ളതാണത്. ഇതാണ് അതിന്റെ സിൻടാക്സ്. ഇവിടെ പ്രോപ്പർ ഈക്വൽ ടു പ്രോപ്പർ ടെക്സ്റ്റ് ആണ്. ഈ ടെക്സ്റ്റിന് പകരം നമ്മൾ ഏതെങ്കിലും സെല്ല് സെലക്ട് ചെയ്താൽ ആ സെല്ലുകളിന് ടെക്സ്റ്റ് ആണ് എടുക്കുക, സെൽ അഡ്രസ് ആണ് എടുക്കുക. അത് നമുക്ക് ഇവിടെ ഒന്ന് ചെയ്ത് നോക്കാം. ഈക്വൽ ടു പ്രോപ്പർ എന്ന് കൊടുത്തു. അപ്പൊ പ്രോപ്പർ എന്നുള്ള ഇവിടെ കമാൻഡ് ഇവിടെ ഡിസ്പ്ലേയിൽ കാണിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ ഓപ്പൺ ബ്രാക്കറ്റ് കൊടുക്കണം. പക്ഷെ അതേസമയം നമ്മൾ ടാബ് കീ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ശരിയായ രീതിയിൽ വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് ഈ പേര് സെലക്ട് ചെയ്യുന്നു. ഇപ്പൊ പറയത്തക്ക വ്യത്യാസം ഉണ്ടാവില്ല, കാരണം ഇവിടെ നമ്മൾ മിസ്റ്റേക്ക് ഒന്നും വരുത്തിയിട്ടില്ല. അപ്പൊ ഇത് ഇനി കോപ്പി ചെയ്യണം. നമ്മൾ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ഉപയോഗിക്കാം. പക്ഷെ അതിനേക്കാൾ എളുപ്പം താഴെ കുറേ റോകൾ ഉണ്ടെങ്കിൽ അത് താഴേക്ക് വരെ പോക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ വരും. അപ്പൊ ഇവിടത്തെ ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. വിജയ് കൃഷ്ണ എന്നുള്ളതിന്റെ വിയും കെയും നമുക്ക് ക്യാപിറ്റൽ ആക്കി ഒരു പ്രോപ്പർ രീതിയിലേക്ക് ഇത് മാറ്റി തന്നു. ഇനി അതല്ല, നമുക്ക് ഇങ്ങനെ ആയിരുന്നില്ല വേണ്ടിയിരുന്നത്. നമുക്ക് ഇത് മുഴുവൻ ക്യാപിറ്റൽ ലെറ്റേഴ്സിലേക്ക് മാറ്റണം. അപ്പൊ അതിന് നമ്മൾ എന്താണ് ഉപയോഗിക്കുക, പ്രോപ്പർ ഉപയോഗിച്ച പോലെ തന്നെ ഇസ് ഈക്വൽ ടു അപ്പർ എന്ന് ഉപയോഗിച്ച അപ്പർ കേസ് ലെറ്റേഴ്സ് ആണല്ലോ. നമ്മൾ ടാബ് അമർത്തുന്നു, ഇവിടെ സെലക്ട് ആയാലും ഇവിടെ ക്ലിക്ക് ചെയ്താലും അത് വരും. ഇവിടെ ക്ലിക്ക് ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഇവിടെ അപ്പർ എന്നുള്ള കമാൻഡ് അവിടെ വരും. ഇനി നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ അടിക്കുന്നു. അപ്പൊ അതോടുകൂടി ഇത് മുഴുവൻ ക്യാപിറ്റൽ ആയിട്ട് മാറി. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി എല്ലാത്തിലേക്കും വന്നു. ഇവിടെ ഏതെങ്കിലും ഡിസ്പ്ലേ പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ വിസിബിൾ അല്ലെങ്കിൽ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കോളം പിടിച്ച് എങ്ങനെയാണ് കൂട്ടേണ്ടതെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് അപൂർവമായിട്ട് ആണ് യൂസ് ചെയ്യുന്നതെങ്കിലും നമുക്ക് ചിലപ്പോൾ ഇതും ലോവർ കേസ് ലെറ്റേഴ്സിലേക്ക് എല്ലാം മാറ്റണം എന്നുണ്ടെങ്കിൽ ആ കമാൻഡ് കൂടി നമ്മൾ ഓർത്ത് വെക്കുക. ലോവർ എന്നാണ് നമ്മൾ വരേണ്ടത്. ടാബ് അമർത്തുക. അപ്പോൾ അത് ഓപ്പൺ ബ്രാക്കറ്റ് വന്നു. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, എൻ്റർ കീ അമർത്തുന്നു. ഇവിടെയൊക്കെ ഇതിലേക്ക് വന്നു, സ്മോൾ ലെറ്റേഴ്സിലേക്ക് വന്നു. അപ്പൊ ഇങ്ങനെ ഈ രീതിയിൽ ടെക്സ്റ്റിനെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. ഈ ഭാഗം ഞാൻ ക്ലോസ് ചെയ്യുന്നു. അടുത്ത കാര്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്.
ഇനി നമുക്ക് ഈ സ്കോറിന്റെ പെർസെൻറ്റേജ് ഒന്ന് കാണണം എന്ന് വിചാരിക്കാം. പെർസെൻറ്റേജ് എന്നുള്ളൊരു കോളത്തിന്റെ ഒരു ഹെഡിങ് നമ്മൾ കൊടുക്കുകയാണ്. എന്തൊക്കെ അടിച്ചു. പക്ഷെ ഇനിയിപ്പോ നമുക്ക് ഇവിടെയുള്ള പോലെയുള്ള കളറുകളൊക്കെ തന്നെ ഇവിടെയും കിട്ടണം എങ്കിലേ ഇതൊരു പ്രോപ്പർ ആവുള്ളൂ. ഇപ്പൊ നമ്മളിവിടെ സെലക്ട് ചെയ്തു, എന്നിട്ട് മെർജൻ സെന്റർ കൊടുത്തു ചെയ്തു. ഇനി കളർ മാറ്റാൻ വേണ്ടി നമ്മളിവിടെ ക്ലിക്ക് ചെയ്തു, ആവശ്യമുള്ള കളർ സെലക്ട് ചെയ്തു, എന്നിട്ട് ഫില്ല് വൈറ്റ് കളർ ആക്കി. ഇങ്ങനെയൊക്കെ വേണം നമുക്ക് ചെയ്യാൻ. എന്നിട്ട് ബോൾഡ് ചെയ്യാൻ വേണ്ടി കൺട്രോൾ ബി അമർത്തി. ഇത്രയും പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നതിന് പകരം ഒറ്റ ക്ലിക്കിൽ തന്നെ നമുക്ക് ഇതെന്ത് ചെയ്യാം, നേടിയെടുക്കാം. അതെങ്ങനെയാന്ന് നോക്കാം. അപ്പൊ ഇവിടെ നമുക്ക് ഇവിടെ ആദ്യത്തെ പോലെ പെർസെൻറ്റേജ് നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടെയുള്ള ഫോർമാറ്റുകളൊക്കെയാണ് കിട്ടേണ്ടത്. അപ്പൊ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഹോം ടാബിലെ റിബണിലെ ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ ക്ലിപ്പ് ബോർഡ് എന്ന് പറഞ്ഞ ഭാഗത്ത് ഒരു ഫോർമാറ്റ് പെയിന്റർ എന്നാണ് പറയുക, ഒരു പെയിന്റ് ബ്രഷിന്റെ ആകൃതി. അവിടെ ഒരു ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ നമുക്ക് ആവശ്യമുള്ള ഭാഗത്ത് പെർസെൻറ്റേജിന് മുകളിൽ വന്ന് ക്ലിക്ക് ചെയ്യാം. അതോടുകൂടി ഇവിടെയുള്ള എല്ലാ ഫോർമാറ്റും വന്നു. നമുക്ക് ചെയ്യാനുള്ളത് ഇതിന്റെ വീതി കൂട്ടണം, വിഡ്ത് കൂട്ടണം. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യാം. സാധാരണഗതിയിൽ എങ്ങനെയാണ് പെർസെൻറ്റേജ് കാണുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്കറിയാം, നമ്മളിവിടെ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ ഉപയോഗിക്കേണ്ട ഫോർമുല ഈ 89 ആണ്. നമുക്ക് 89ന്റെ പെർസെൻറ്റേജ് ആണ് കാണുന്നത്. നമ്മൾ ബ്രാക്കറ്റിൽ 89 പിന്നെ ഡിവൈഡഡ് ബൈ, ഇവിടെ 50 മാർക്കിന്റെ പേപ്പറുകളാണുള്ളതെങ്കിൽ 150 എന്ന് കൊടുക്കുന്നു. ഇനി നമുക്കത് ഇൻറ്റു 100 എന്ന് കൊടുക്കാം. ഇതാണ് നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന ഫോർമുല. പക്ഷെ ഈ ഇൻറ്റു എന്നുള്ളതൊന്നും നമുക്ക് ഇങ്ങനെ എക്സലിനോട് പറഞ്ഞാൽ അത് എക്സ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് അതിനെ നമുക്കൊന്ന് എക്സലിൽ എന്തൊക്കെയാണ് ഓപ്പറേറ്റേഴ്സ് എന്ന് നമുക്ക് പരിചയപ്പെടേണ്ടതുണ്ട്. ഇവിടെ മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റേഴ്സും പിന്നെ അഥവാ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. പ്ലസ് സൈൻ ഒന്നും വ്യത്യാസമില്ല, മൈനസ് സൈൻ ഓക്കെ. ഇൻറ്റു എന്ന് എക്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യാതിരിക്കാൻ നമ്മൾ ആസ്റ്ററിക് എന്നുള്ള ചിഹ്നമാണ് നമ്മൾ ഉപയോഗിക്കുക. അതുപോലെ ഫോർവേഡ് സ്ലാഷ് നമുക്ക് ഡിവിഷൻ ഉപയോഗിക്കാം. അപ്പം ഡിവിഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഫോർവേഡ് സ്ലാഷ് തന്നെ കൊടുക്കണം. പിന്നെ പെർസെൻറ്റേജ് സൈൻ ഇൻറ്റു 100 എന്നതിന് പകരം നമുക്ക് ഈ ആസ്റ്ററിക് ഒക്കെ ഒഴിവാക്കിയിട്ട് പെർസെൻറ്റേജ് സൈൻ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അതേപോലെ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് ആണ് ഈക്വൽ ടു. രണ്ട് സെല്ലുകളുടെ വാല്യൂ ഈക്വൽ ആണോ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ശരിയാണെങ്കിൽ ട്രൂ എന്നുള്ള റിസൾട്ട് വരും. അതേപോലെ ഫോൾസ് ആണെങ്കിൽ, തെറ്റാണെങ്കിൽ ഫോൾസ് എന്നുള്ളതാണ് വരിക. അതേപോലെ ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇങ്ങനെയുള്ള ലെസ് ദാൻ ഓർ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, ഇത്രയും ഓപ്പറേറ്റേഴ്സ് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അതനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ ഓരോ ഫോർമുലയും കൊടുക്കണം. അപ്പൊ നമുക്കിവിടെ ഫോർമുല കൊടുത്ത് നോക്കാം. നമ്മൾ പിന്നെ ഫോർമുല ആണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ എപ്പോഴും ഈക്വൽ ടു സൈൻ കൊടുക്കണം, അല്ലെങ്കിൽ അത് ടെക്സ്റ്റ് പോലെ ആയിപ്പോകും. അപ്പൊ ഇവിടെ നമ്മൾ E3 എടുത്തു. അതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യണം. 150 കൊണ്ട് ഡിവൈഡ് ചെയ്തു. നമുക്ക് ഇൻറ്റു 100 എന്ന് കൊടുക്കാം. പക്ഷെ ഇൻറ്റു 100 എന്ന് ടൈപ്പ് ചെയ്യുന്നതിന് പകരം പെർസെൻറ്റേജ് കാണാനായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, നമ്മൾ പെർസെൻറ്റേജ് എന്നുള്ള ചിഹ്നം മാത്രം കൊടുത്താൽ മതി. അപ്പൊ ഇവിടെ ഇങ്ങനെ കിട്ടും. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞ് നമുക്കറിയാം, ഇതിങ്ങനെ കോപ്പി ചെയ്താൽ ഇങ്ങനെ ഇത്രയും ഇത് വരും. അപ്പൊ ഇത് നമുക്ക് ഇവിടുത്തെ പോലെ നേരത്തെ ഇവിടെ ഫോർമാറ്റ് ചെയ്ത മാതിരി നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ കിട്ടണമെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്യുന്നു, ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. അപ്പൊ എല്ലാത്തിലും അങ്ങനെ വരും. സെന്ററായി ഇവിടെ ലൈനുകളൊക്കെ വന്നു. പക്ഷേ ഇവിടെ ജനറൽ ഇതാണ് നമ്മൾ ഉപയോഗിച്ചെന്നുള്ളത് കൊണ്ട് ഇവിടെ ഇത്രയും ഡെസിമൽ പ്ലേസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അത്രയും ഡെസിമൽ പ്ലേസ് നമുക്ക് ആവശ്യമില്ല. ഇതിങ്ങനെ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് ഡെസിമൽ പ്ലേസ് ഇത്ര വരെയൊക്കെ ഇങ്ങനെ നീണ്ടുപോകും. അപ്പൊ നമുക്ക് ഈ ഡെസിമൽ പ്ലേസ് ഇത്രയും ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ അത് സെലക്ട് ചെയ്ത് അതിന്റെ ഒരു ഫോർമാറ്റ്, നമ്പർ ഫോർമാറ്റ് നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ നമ്പർ എന്ന് പറഞ്ഞ ഗ്രൂപ്പുകൾ പോയാൽ ഇവിടെ നിങ്ങൾക്ക് ഇൻക്രീസ് ഡെസിമൽ, ഡിക്രീസ് ഡെസിമൽ എന്നിട്ട് രണ്ട് ഇത് കാണാം, ഐക്കണുകൾ കാണാം. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിക്രീസ് കൊടുക്കുന്നു. ഓരോ ക്ലിക്കിലും ഓരോ ഡെസിമൽ പ്ലേസ്. അപ്പൊ നമുക്ക് 2 ഡിജിറ്റിന് വേണമെങ്കിൽ ഇങ്ങനെ 2 ഡിജിറ്റിൽ നിർത്തി വെക്കാം. അതല്ല നമുക്ക് 1 മതി എന്നുണ്ടെങ്കിൽ വീണ്ടും ക്ലിക്ക് ചെയ്ത് അതിനെ ചെറുതാക്കാം. പെർസെൻറ്റേജ് ഒക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് മനസ്സിലാവുന്നത് 150 ആയിരുന്നില്ല ടോട്ടൽ മാർക്ക്, 120 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ 120 കൊടുത്തു. എല്ലാ സെല്ലിലും
ഈ 120 എന്ന് നമ്മൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് മാറ്റി കൊടുക്കണം. അപ്പൊ അതിൽ എങ്ങനെ മാറ്റം വരുത്താന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇവിടെ നമുക്കറിയാം റിലേറ്റീവ് സെൽ അഡ്രസ് എന്നാണ് ഇനി പറയാം. ഇവിടെ E3 ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ E8 എന്നുള്ളതാണ് സെൽ അഡ്രസ് മാറുന്നത്. ഇതിന് റിലേറ്റീവ് റെഫറൻസ് എന്നാണ് പറയാം. ഇനി നമുക്ക് അങ്ങനെയല്ലാതെ നമുക്ക് ആ കൊടുക്കുന്ന വാല്യൂ മാറ്റുന്നതിനനുസരിച്ച് നമുക്ക് ഇവിടെ മാറ്റം വരണം. അതിന് നമ്മളിവിടെ ടോട്ടൽ എന്ന് കൊടുത്തു. ഇവിടെ 150 എന്ന് കൊടുത്തു. ഇനി നമ്മൾ ഈ ഫോർമുല മാറ്റി കൊടുക്കുകയാണ്. നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, ഈക്വൽ ടു എന്ന് കൊടുത്തു, സെല്ല് സെലക്ട് ചെയ്തു, ഡിവൈഡഡ് ബൈ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്തു. അതോടുകൂടി H2 എന്നായി മാറി. ഇനി ഇവിടെ നമ്മൾ പെർസെൻറ്റേജ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അതേ വാല്യൂ തന്നെ കിട്ടും. ഇനി ഇവിടെ നമ്മൾ 120 കൊടുത്താൽ എന്താവും, 120 കൊടുത്താൽ ഇവിടെ 74.2 കണ്ടോ, മാറ്റം വരുന്ന കണ്ടില്ല. ഇവിടെ കൊടുക്കുന്ന വാല്യൂവിനനുസരിച്ച് മാറും. പക്ഷെ നമുക്ക് എന്താണ്, ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിവിഷൻ ബൈ 0 എന്നുള്ള എറർ മെസ്സേജ് ആണ് കാണിക്കുന്നത്. അതിനെന്താണ് കാരണം? അതിന് കാരണം ഇവിടെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഇതിന്റെ ഈ റിലേറ്റീവ് റെഫറൻസ് മാറി H3 എന്നായി മാറി. അപ്പൊ ഇവിടെയാണ്, ഇവിടെ വാല്യൂ ഇല്ലാത്തത് കൊണ്ടാണ് പ്രശ്നമുള്ളത്. നമ്മളിവിടെ വാല്യൂ കൊടുത്തിക്കണമെങ്കിൽ ഇവിടെ 150 നമ്മൾ കൊടുത്താൽ ഇവിടെ കറക്റ്റ് വാല്യൂ കിട്ടും. അപ്പൊ അതുകൊണ്ട് ഈ റിലേറ്റീവ് റെഫറൻസ് മാറി അബ്സല്യൂട്ട് റെഫറൻസിലേക്ക് നമ്മൾ പോകണം. അബ്സല്യൂട്ട് റെഫറൻസിലേക്ക് പോയാൽ നമ്മൾ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാലും ഈ 150 എന്നുള്ള റെഫറൻസിന് മാറ്റം ഉണ്ടാവില്ല. അതെങ്ങനെ അച്ചീവ് ചെയ്യാന്നാണ് നമ്മൾ നോക്കുന്നത്. അതിന് നമ്മളിവിടെ ഈക്വൽ ടു കൊടുത്തു, ഇത്തിരി വന്നു, നമ്മളിവിടെ സെലക്ട് ചെയ്ത് H2 എന്നുള്ള ഈ H2നെ ലോക്ക് ചെയ്യണം. ലോക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. F4 അമർത്തിയാൽ ലോക്ക് ആവും. ഫംഗ്ഷൻ കീ F4. പക്ഷേ ലാപ്ടോപ്പിലാണെങ്കിൽ ഫംഗ്ഷൻ എന്നുള്ള സ്പെഷ്യൽ കീ ഉണ്ട്, കൺട്രോൾ കീന്റെ അടുത്ത് ലെഫ്റ്റ് സൈഡിൽ. അത് അമർത്തി നമ്മൾ F4 അമർത്തുന്നതോടുകൂടി ഇവിടെ $H2 എന്ന രീതിയിൽ അത് ലോക്കായി. ഇനി നമ്മൾ ഇവിടുന്ന് ഡ്രാഗ് ചെയ്താൽ ഇവിടെ നമ്മൾ പെർസെൻറ്റേജ് കൂടി കൊടുക്കാനുണ്ടായിരുന്നു, പെർസെൻറ്റേജ് കൊടുത്തിട്ടില്ല. പെർസെൻറ്റേജ് കൊടുക്കുക. അതോടുകൂടി നമുക്ക് നേരത്തെ വാല്യൂ തന്നെ കിട്ടി. ഇവിടെ ലോക്കായി. ഇനി ഇത് താഴേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും മാറ്റില്ല. നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴും $H2 ആണ്. എവിടെ ക്ലിക്ക് ചെയ്താലും E8 എന്നുള്ളത് റിലേറ്റീവ് റെഫറൻസ് മാറി. ഇവിടെ ഉള്ള സെലക്ഷൻ ഒരിക്കലും മാറുന്നില്ല. നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴൊക്കെ തന്നെ ഈ ഇതിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇതിനെ പറയാം അബ്സല്യൂട്ട് റെഫറൻസ് എന്നാണ്. ഇവിടെ അബ്സല്യൂട്ട് റെഫറൻസ് ആയി കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ കോളവും ലോക്കാവും, അതേപോലെ റോ ലോക്കാവും. ഇവിടെ H എന്നുള്ളതും ലോക്കാണ്, റോവും ലോക്കാണ്. നമുക്ക് ചിലപ്പോൾ അതിന്റെ ആവശ്യം ഉണ്ടാവില്ല. ചിലപ്പോൾ നമുക്ക് ഇവിടെയും ശരിക്കും കോളം മാറുന്നില്ല, റോ മാത്രമാണ് മാറുന്നത്. അങ്ങനെ ആവുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ അടിച്ച ഉടനെ തന്നെ ആദ്യത്തെ പ്രാവശ്യം ഫംഗ്ഷൻ കീ F4 അമർത്തുന്നതോടുകൂടി മാറ്റം വരുന്നു. വീണ്ടും നമ്മൾ അമർത്തി കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് $2 മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് റോ മാത്രം ലോക്കായി. ഇനി വീണ്ടും അമർത്തി കഴിഞ്ഞാൽ H അഥവാ കോളം മാത്രം ലോക്കാവും. ഇങ്ങനെ ഓരോ പ്രാവശ്യം വീണ്ടും അമർത്തുന്നതോടുകൂടി രണ്ടിന്റെയും ലോക്ക് ഒഴിവാകും. അപ്പൊ ഇതൊരു ടോഗിൾ കീ പോലെ ഓരോ പ്രാവശ്യം അമർത്തുമ്പോഴും അത് H-ഉം പിന്നെ അതേപോലെ രണ്ടാമത്തെ റോ H എന്നുള്ള കോളം ഇത് മാറി മാറി നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റും. കീ പ്രത്യേകിച്ച് ഓർമ്മ വെക്കുക, F4 എന്നുള്ള കീ ആണ് വേണ്ടത്. ലാപ്ടോപ്പ് ആണെങ്കിൽ ഫംഗ്ഷൻ പ്രസ് ചെയ്തുകൊണ്ട് വേണം ചെയ്യാൻ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് അബ്സല്യൂട്ട് റെഫറൻസിലേക്ക് മാറും. പിന്നെ നമ്മൾ എങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാലും അതിന്റെ വാല്യൂ മാറുന്നതല്ല. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഇതില് മനസ്സിലാക്കി, മുഴുവൻ റോയും കോളവും നമ്മൾ ലോക്ക് ആണെങ്കിൽ അതിന് അബ്സല്യൂട്ട് റെഫറൻസ് എന്നാണ് പറയാം. കോളം മാത്രം ലോക്ക് ആക്കുകയാണെങ്കിലും റോ മാത്രം ലോക്ക് ആക്കുകയാണെങ്കിലും അതിന് മിക്സഡ് റെഫറൻസ് എന്നാണ് പറയാം. അപ്പൊ 3 തരം റെഫറൻസ് ഉണ്ട്: റിലേറ്റീവ് റെഫറൻസ്, അബ്സല്യൂട്ട് റെഫറൻസ് ആൻഡ് മിക്സഡ് റെഫറൻസ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു വെരി മച്ച്.